നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരാണോ ഇത് കരിച്ചു കളഞ്ഞത് അവരോട് തന്നെ പറയും. ഓഹോ, പുതിയ കഥ മെനയാണോ നീ? ഇത് അയൺ ചെയ്യാനായി നിന്റെ കൈ തന്നപ്പോഴേ നിന്റെ അനിഷ്ടം ഞാൻ ശ്രദ്ധിച്ചതാ. പക വീട്ടുകാരനല്ലേ? ഇങ്ങനെയൊന്നും ചെയ്യരുത് നിധി. ഈ സാരിയോട് ആന്റിക്ക് എന്തുമാത്രം സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നെന്നറിയോ? നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. കൃത്യമായ മറുപടി എനിക്ക് വേണം. ഇതിന് പകരമായിട്ട് എന്ത് ചെയ്തു തരാൻ പറ്റും നിനക്ക്? അതെ, എനിക്കൊരൊറ്റ മറുപടിയേ ഉള്ളൂ. ഈ സാരി കരിഞ്ഞതിന്റെ പിന്നിൽ ഞാനല്ല. ഒരു നിസ്സാര തുണി കരിച്ചു കളഞ്ഞ് പ്രതികാരം ചെയ്യാനും വേണ്ടി മോശക്കാരിയോ അല്ല ഞാൻ. അതൊക്കെ നിങ്ങളുടെ സ്വഭാവമാണ്. ഓഹോ, എല്ലാം കാണിച്ചു കൂട്ടിട്ട് ഇപ്പൊ എന്നെ മോശക്കാരിയാക്കണോടി? നിന്നെ ഞാൻ ഈ സാരി കരിച്ചത് നിധിയല്ല. നിധിയല്ലെന്നോ? അത് നിനക്കെങ്ങനെ അറിയാം? നിധി ഇവിടുന്ന് മാറിയ നേരത്ത് ശിവാനി ചുറ്റും നോക്കി പരിങ്ങി ടേബിളിനരികിലേക്ക് വരുന്നത് ഞാൻ കണ്ടതാ. ഞാനാണ് സാരി കരിച്ചതെന്നാണോ നീ പറയുന്നേ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് പൊട്ടിക്കും ഞാൻ. നോക്ക്, മര്യാദക്ക് നീ നിന്റെ പണി നോക്കി പൊയ്ക്കോണം. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ തിന്നണം, ഉറങ്ങണം. അതിനപ്പുറം വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. അതല്ലാതെ ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാലുണ്ടല്ലോ അടിച്ച് പല്ല് തെറിപ്പിക്കും ഞാൻ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവള. ഒരനാഥയല്ലേന്ന് വിചാരിച്ചപ്പോ തലേക്കേരുന്ന് നിരങ്ങുന്നോടി. ഓടി എന്റെ കൺമുന്നിന്ന് പോവാൻ. ആ നിർമ്മല പറഞ്ഞത് സത്യമാണോ ശിവാനി? അപ്പൊ നീയാണ് ഈ സാരി കരിച്ചതല്ലേ? അയ്യോ അല്ലല്ലേ, ഞാൻ വന്നപ്പോ ഇവിടെ ഈ സാരിയില് പിന്നെ അയൺ ബോക്സ് മോളിൽ ഇരുന്നപ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോ. നിർത്ത്. എന്തൊക്കെയാ നീ ഈ പിച്ചുമേയും പറയുന്നേ? അയ്യോ ആന്റി, സത്യമായിട്ട് ഞാനല്ല ഇത് കരിച്ചത്. അയൺ ബോക്സിലോ സാരിയിലോ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. എങ്കിൽ പിന്നെ നിന്നെ എങ്ങനെയാ ഷോക്ക് അടിച്ചത്?